ഹരീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് രാജീവൻ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഹരിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ കൊച്ചച്ഛനെ ഇരിക്കാനാണോ എന്ന് ചോദിക്കും. രാജീവൻ ചോദിക്കുന്നുണ്ട്, നിന്നെ എന്തിനാ ഇരിക്കുന്നത്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന്. എൻ്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. പിന്നീട് കടപ്പാട്ടൂരുമായിട്ട് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഹരിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്, കോംപ്രമൈസ് ചെയ്തു പോലും അതിനാണോ ഇത്രയെല്ലാം ചെയ്തു വെച്ചത്, വലിയച്ഛൻ വന്നപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ പല്ലും നഖമൊക്കെ എന്താ വലിച്ചൂരിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗേട്ടൻ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ കൂടുതലുള്ള ഇതെല്ലാം ഞാൻ പിഴുതെടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ഗംഗേട്ടനും പറയുകയാണ്. എന്നിട്ട് പിന്നെ രാജീവനാണ് കേട്ടോ അങ്ങനെ ഗംഗേട്ടനോട് ഹരിനോട് സംസാരിക്കാൻ പറയുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇനി നമുക്ക് കടപ്പാട്ടൂരുമായിട്ട് ഒരു പ്രശ്നവുമില്ല, അലീനേനെ അവിടുത്തെ അംഗമായിട്ട് കാണണം എന്നൊക്കെ പറയും. അപ്പോൾ ഹരിക്ക് അതൊന്നും അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതിനാണ് ഇത്രയെല്ലാം ചെയ്ത് വെച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുളം കലക്കുകയും ചെയ്തു, മീനെ കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ പലതും ഇങ്ങനെ ചെയ്യും, പക്ഷെ നീ അതിലൊന്നും തലയിടാൻ നിൽക്കണ്ട, നീ പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന് പറയും. ഹരി ദേഷ്യപ്പെട്ടുകൊണ്ടാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് കമലയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആർക്കോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന വൈജയനെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹരി വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കമലേനോടും പറയുന്നത് കേട്ടോ. അവരെല്ലാം കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും കമലയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനാണോ ഇത്രയെല്ലാം ചെയ്തു വെച്ചത്, പിന്നെ നമ്മൾ രോഹിത്തിനെയും ബബിതേനെയും ഇങ്ങോട്ട് കൂട്ടിയതോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ നാണം കെട്ടി തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അവരെ ഇപ്പം തന്നെ പറഞ്ഞയക്കാന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരിയാണെങ്കിലും. അപ്പോൾ അതെന്താന്ന് ചോദിക്കും. അപ്പോൾ ഫ്ലൈറ്റ് കയറി വന്നവരൊക്കെ ഇന്നോ നാളെ തിരിച്ചു പോകും, പിന്നെ എനിക്കൊരു കമ്പനി വേണ്ടേ, അതുകൊണ്ട് അവർ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയും. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, ആ ബബിതയാണെങ്കിൽ ഏത് സമയം ഫോണിലാണ്, അതെനിക്ക് അത്ര പിടിക്കുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ രഞ്ജു അവളും അങ്ങനെ തന്നെയല്ല, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, എന്തായാലും അമ്മ പോയി അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ദേഷ്യപ്പെട്ടാണ് കേട്ടോ കമലി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ ഹരിക്കൊരു സന്തോഷമാവുന്നുണ്ട്. കമല ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നതാണ് അവൻ്റെയും വിചാരം. അപ്പോൾ അതുകൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കമല മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഗംഗേട്ടനാണെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പോവാനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കമല വരുന്നത് കാണുമ്പോൾ ഗംഗേട്ടൻ അത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാജീവനും ശിവനും അവിടെ ഭയങ്കര ചർച്ചയാണ്. കമല അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്, നിങ്ങൾ ബാലേന്ദ്രനുമായിട്ട് കോംപ്രമൈസ് ചെയ്തോ, നിങ്ങൾ ബാലേന്ദ്രൻ്റെ മുന്നിൽ സറണ്ടർ ആയി എന്നൊക്കെയാണല്ലോ ഇങ്ങനെ ഹരി വന്നിട്ട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് ഇതാക്കിയതാണെന്ന് രാജീവൻ പറയുന്ന സമയത്ത് എന്തിനാ താൽക്കാലികമാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കമല, ഞാൻ ഒരാളെ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുത്തതാണെന്ന്. അപ്പോൾ ശിവൻ ചോദിക്കും, നീ ആരെയെ വെറുത്തതെന്ന്. അപ്പോൾ ബാലേന്ദ്രനെ അലീനയെ എന്ന് പറയും കേട്ടോ. അപ്പോൾ നീ ഇനിയും കുറച്ചും കൂടി വെറുത്തോ, നിനക്ക് തൃപ്തി കിട്ടുന്നവരെ വെറുത്തോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അലീനനെ ഇനിയും എത്ര കാലം അവിടെ അങ്ങനെ വാഴിപ്പിക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ പറയും, അവളെ അങ്ങനെ അവിടെ നിർത്താൻ പറ്റില്ലല്ലോ, അവൾ ഇങ്ങനെ പ്രായപൂർത്തിയായ പെണ്ണല്ലേ, കെട്ടിച്ചു വിടണ്ടേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഓ, അപ്പോൾ അവളെ കെട്ടിച്ചു വിടാനും തീരുമാനിച്ചോ, എന്നാൽ പിന്നെ സ്വന്തം മകനെ കൊണ്ട് തന്നെ അങ്ങ് കെട്ടിച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വിരോധമൊന്നുമില്ല, ബാലേന്ദ്രനും അലീനയും സമ്മതിക്കണം എന്നാണ് കേട്ടോ ശിവേട്ടൻ പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയും, ബാലേന്ദ്രന് ഏതോ ഒരു ഒരുമ്പെട്ടവളിലുണ്ടായ ആലവലാതിനെ നമ്മുടെ മനു ഇങ്ങനെ താലി കെട്ടാനോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്കിതൊക്കെ തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രാജീവൻ ചോദിക്കുന്നുണ്ട്, ശിവേട്ടനില്ലാത്ത പ്രശ്നം എന്തിനാ കമലയെടുത്തിക്കെന്ന്. അപ്പോൾ കമലയ്ക്കും ആകെ ദേഷ്യമാണ് കേട്ടോ. നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നടാ, നിന്റെ പെങ്ങളല്ലേ വൈജ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോംപ്രമൈസ് ആയത് എന്നൊക്കെ പറയുമ്പോൾ, ഓ, അവൾക്ക് വേണ്ടിയിട്ട് അങ്ങ് കോംപ്രമൈസ് ചെയ്തു, അപ്പോൾ ആര് കാരണം അവൾ ഇങ്ങനെ കിടക്കാൻ ഇങ്ങനെ ഇത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് അവൾ കാരണം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അപ്പോൾ അത് രാത്രിക്ക് ഇങ്ങനെ വണ്ടിയെടുത്ത് പോവേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ശിവേട്ടനും പറയുന്ന സമയത്ത് അത് അവൾക്ക് അത്രയും ഇങ്ങനെ മനോവിഷമം ഉണ്ടാക്കിയിട്ടല്ലേ ബാലേന്ദ്രൻ അവളോട് അങ്ങനത്തെ കാര്യങ്ങളല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു, വൈജ ഇതുവരെ വായ തുറന്നിട്ടില്ല, ബാലേന്ദ്രൻ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ കമല പറയുന്നുണ്ട്, അത് ബാലേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ, വൈജ വേണോ അലീന വേണോ എന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് അലീന മതിയെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്, ആ ഒരു വിഷമത്തിലല്ലേ അവൾ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ദേഷ്യമാണ് കമലയ്ക്കാണെങ്കിലും. എന്നെയാണ് അവൻ ചൂലുകൊണ്ട് അടിച്ചിറക്കിയത് എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ കമലയെ വേണ്ടത്, കുറേ സമയമായാലോ കിടന്ന് ചറയുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇങ്ങനെ അവൻ എന്നെ ചൂലെടുത്ത് അടിച്ചതെന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ ചൂലെടുത്ത് അടിച്ചത്, അവൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെ ഇങ്ങനെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടീനെ വലിച്ചിറക്കിക്കൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ പിന്നെ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ, അവനായതുകൊണ്ട് ചൂലെടുത്തത്, ഞാനാണെങ്കിൽ ചൂരിലെടുത്തേനെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങ് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ശിവേട്ടനോട് ചൂടാവും കേട്ടോ. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ ഗംഗേട്ടനെ അടിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട, ആണുങ്ങളില്ലാത്ത വീട്ടിലായി പോയി ഞാൻ വന്ന് കയറിയെന്ന് പറയുമ്പോൾ ശിവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
ഏതടി ആണുങ്ങളില്ലാത്ത വീട് എന്ന് ചോദിക്കും. അപ്പോൾ ഇതന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിനക്ക് എങ്ങനെയാടി 3 കുഞ്ഞുങ്ങളുണ്ടായത്, അത് നീ കൊണ്ടുവന്നാണോ അതോ എൻ്റെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അത് ശിവേട്ടൻ്റെ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കും. അപ്പോൾ ശിവേട്ടൻ ആണാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് ശിവനാണെങ്കിലും കമലേനെ അടിക്കാനൊക്കെ അങ്ങ് ഓങ്ങുന്നുണ്ട് കേട്ടോ. മുഖം അടിച്ചൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ കണ്ണും അതുപോലെ തന്നെ ചെവി അങ്ങ് അടഞ്ഞു പോകും എന്ന് പറയും. അതിൻ്റെ ദേഷ്യത്തിൽ കമല അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നടന്നു നോക്കാൻ വേണ്ടിയിട്ട് പതിയെ ഇങ്ങനെ ബെഡിൽ നിന്ന് കാലൊക്കെ എടുത്ത് താഴേക്ക് വെക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് കേട്ടോ ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാനൊരു 2 അടി നടന്ന് നോക്കാൻ വിചാരിച്ചതാണ്, അപ്പോൾ ഇങ്ങനെ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയാണെങ്കിലും, നിന്നെ ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ, അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇവിടുത്തെ ആണുങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് തിരക്കിലായി പോയി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അലീനേനെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതിങ്ങനെ രാജീവനും ശിവനും കൂടെ ഒപ്പിച്ച പണിയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്നാത്തിൻ്റെ കേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിലും. അവരൊരു കുസൃതി ഒപ്പിച്ചതാണ്, അപ്പോൾ ഞാൻ വന്നതുകൊണ്ട് അവർ സത്യം പറഞ്ഞു, അങ്ങനെ വെറുതെ വിട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടും ലോക്കപ്പിലായേനെ എന്നൊക്കെ ഗംഗേട്ടനാണെങ്കിലും പറയുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്തായാലും വന്ന് അവരെ രക്ഷിച്ചല്ലോ എന്ന് പറയും. ഇനി ഇങ്ങനെ വൈജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി കേട്ടോ, പാവാണ് അവൾ എന്നൊക്കെ പറയും മുത്തശ്ശി. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അവൾ പാവോ. ഗംഗേട്ടനാണെങ്കിലും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെ അവൾ പാവല്ലേടാ, അവൾ 3 മക്കളെ പ്രസവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി. ബാലേന്ദ്രൻ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഏത് ഭാര്യയാടാ സഹിക്കുന്നത്, അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, 3 മക്കളെയല്ല അവൾ പ്രസവിച്ചത്, കല്യാണത്തിന് മുന്നേ ഒരെണ്ണത്തിനെയും കൂടെ പ്രസവിച്ചിട്ടുണ്ട്, അത് അമ്മ മറന്നുപോയോ എന്ന് ചോദിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അത് വൈജിയും മറന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും 23 വർഷം നടന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ബാലേന്ദ്രൻ സത്യം തുറന്നു പറഞ്ഞതും വൈജി ഇങ്ങനെ പറയാതിരിക്കുന്നതാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചെന്നിട്ട് ഗംഗേട്ടനാണെങ്കിലും ഇനിയിപ്പോൾ ആരെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് വാതിൽ അടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അലീന നല്ല കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ലല്ലോടാ, ഭർത്താവിനെ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ മറ്റൊരു സ്ത്രീയിലുണ്ടായ ഒരു കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ അത് ഏതെങ്കിലും ഭാര്യ സഹിക്കുമോ എന്നൊക്കെയാട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ വൈജ പ്രസവിച്ചിട്ടുള്ള ആ കുട്ടി ഇങ്ങനെ കടപ്പാട്ടൂർ വന്നിട്ട് ഇങ്ങനെ വൈജയുടെ മുഖത്ത് നോക്കി നിങ്ങളാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നീ വെറുതെ അനാവശ്യം പറയരുത്, ആ കുഞ്ഞ് മരിച്ചു പോയതല്ലേ എന്നൊക്കെയാട്ടോ മുത്തശ്ശി പറയുന്നത്. അപ്പോൾ അമ്മ ഒരു കാര്യം അറിഞ്ഞു വെച്ചോ, ആ കുട്ടി മരിച്ചിട്ടില്ല, ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ആകെ ഒരു ഞെട്ടലാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മറുവശം കൂടെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനോട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ വൈജയ ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഒരാളെ സ്നേഹിച്ചിരുന്നു എന്നും അയാളോടൊപ്പം കുറച്ച് കാലം കഴിഞ്ഞു ഇങ്ങനെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഒരാളും കൂടെ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രന് ഇതെല്ലാം അറിയാമെന്നിങ്ങനെ പറയൂ കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് ആകെ ഒരു ഞെട്ടലാവുകയാണ്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു, വൈജയുടെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷമാണ് വൈജയനോടുള്ള പെരുമാറ്റത്തിൽ ഇങ്ങനെ ബാലേന്ദ്രന് മാറ്റം വന്നത് എന്ന് പറയുന്നുണ്ട്. അതറിഞ്ഞ ശേഷം തന്നെയാണ് ബാലേന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നതും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ആകെ ഇങ്ങനെ തകർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത്തും അതുപോലെ തന്നെ ബബിതയും രഞ്ജു എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ. അവരിങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്, അലീനേനെ അവിടുന്ന് പുറത്താക്കും എന്നൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുള്ള ആ ഒരു ഇതിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് രേവതിക്കുട്ടി ആ മാമച്ചായനും എല്ലാവരും കൂടെ ടോണീനെ കാണാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതെവിടെയാണെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ടോണി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെ എടുത്ത് വളർത്താനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രമോല് ഇത്രയാണ് കാണിച്ചത്.